നമുക്ക് ഷവോമി ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നോട്ട് 13 Pro ആണ് ഷവോമിയുടെ. ഇതെങ്ങനെ ഡീബ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ബേസിക്കലി നിങ്ങളുടെ വേണ്ടാത്ത സോഫ്റ്റ്വെയർ എങ്ങനെ കളയാൻ നോക്കാം. USB ഡീബഗ് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഓണാക്കിയിടണം. ശേഷം PC USB കോഡ് വെച്ച് കണക്ട് ചെയ്തതിന് ശേഷമായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എടുക്കേണ്ട ആവശ്യമുണ്ട്. യൂണിവേഴ്സൽ ആൻഡ്രോയിഡ് ഡീബ്ലോഡർ. അതിനകത്ത് റെക്കമെൻഡഡ് ഓപ്ഷൻ എന്ന് തന്നെയാണ് ഉറപ്പുവരുത്തിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ഈ ചെക്ക് ബോക്സ് എല്ലാം ടിക്ക് ചെയ്യാം. സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സോഫ്റ്റ്വെയർസും ടിക്ക് ചെയ്യും. ശേഷം അൺഇൻസ്റ്റാൾ ബട്ടൺ ഇൻഡിവിജ്വലി എല്ലാ സോഫ്റ്റ്വെയർസിനും കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു ലിസ്റ്റ് കാണാൻ പറ്റുന്ന സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസ് ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഇതുവഴി നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർസ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളത്തോളം കാലം നിങ്ങളുടെ പെർഫോമൻസും അതുപോലെ തന്നെ ബാറ്ററി ലൈഫും കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർസ് കളയുന്നതായിരിക്കും നല്ലത്. സോ നമ്മളിവിടെ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു സ്പെസിഫിക്കലി. ഇനി അത് കഴിഞ്ഞിട്ട് റീബൂട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക് റീബൂട്ട് ആവുന്നതായിരിക്കും. റീബൂട്ടിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് വളരെയധികം കൂടിയായിട്ട് കാണാൻ സാധിക്കും. പെർഫോമൻസ് മാത്രമല്ല ബാറ്ററി ലൈഫും ഗണ്യമായിട്ട് കൂടും. സോ ഇത് വളരെ ഈസിയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ 2-3 മിനിറ്റ് കൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. തികച്ചും സേഫാണ്, ഫ്രീ ആണ്.